നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നിങ്ങൾ എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എന്താണ് ഇന്ന് ഇങ്ങനെ വന്നിട്ടുള്ളതെന്നല്ലേ. എൻ്റെ ഒരു സുഹൃത്ത് ഇന്ന് രാവിലെ തന്നെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവൾ ഇന്നൊരു ആശുപത്രിയിൽ പോയപ്പോൾ അവിടുത്തെ നഴ്സുമാരുടെ നെറ്റിയിലൊക്കെ ഇതുപോലത്തെ കറുത്ത കുരിശ് കണ്ടു. അവിടെ ജോലി ചെയ്യുന്ന ആളുകളെ ശ്രദ്ധിച്ചപ്പോഴും അവരുടെ നെറ്റിയിൽ ഇതുപോലത്തെ കറുത്ത കുരിശുണ്ടായിരുന്നു. റോഡിലൂടെ നടക്കുമ്പോൾ പല ആളുകളുടെ നെറ്റിയിലും ഇതുപോലെ കറുത്ത ഒരു കുരിശ് കണ്ടു. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ എല്ലാവരും കറുത്ത കുരിശ് നെറ്റിയിൽ വരയ്ക്കുന്നതെന്ന് അവൾ ചോദിച്ചു. അപ്പൊ അവളുടെ ചോദ്യത്തിനുള്ള ആ സംശയത്തിനുള്ള മറുപടിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ലിറ്റിൽ ടോക്സിൽ ഞാൻ ലിനു ആണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മളൊരു കറുത്ത കുരിശ് വരയ്ക്കുന്നത് അല്ലേ? ക്രിസ്ത്യാനികളായിട്ടുള്ള എല്ലാവരും ഇന്ന് മുതൽ 50 ദിവസത്തേക്ക് നോമ്പ് കാലഘട്ടത്തിലേക്ക് കടക്കാണ്. അതിൻ്റെ ആദ്യ ദിവസമായിട്ടുള്ള ഇന്ന് വിഭൂതി തിരുനാൾ അല്ലെങ്കിൽ കരിക്കുറി തിരുനാൾ എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു ദിവസത്തെ പറയുന്നത്. പണ്ട് കാലത്ത് നിനവേ എന്നുള്ള രാജ്യത്ത് ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു. അവർ തെറ്റുകളൊക്കെ ചെയ്ത് ദൈവത്തിൽ നകന്ന് പാപകരമായിട്ടുള്ള ജീവിതം നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് തിരിച്ചു പോരാനായിട്ട് കൊടുത്ത് ചാരം പൂശി ദൈവത്തിലേക്ക് തപസ്സുകളിലൂടെ പ്രായശ്ചിത്തത്തിലൂടെയൊക്കെ ദൈവത്തിലേക്ക് തിരിച്ചു വന്നു അത്രേ. അപ്പോൾ അതിൻ്റെ ഒരു സൂചനയായിട്ടാണ് ആ ഒരു ചാരം നമ്മളിവിടെ പരത്തുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഓശാന ഞായറാഴ്ചയ്ക്ക് നമ്മൾ ഒരുക്കി വെക്കുന്ന കുരുത്തോലകളില്ലേ, അതൊക്കെ കത്തിച്ചിട്ടുള്ള ചാരമാണ് നമ്മൾ വിഭൂതി തിരുനാളിൻ്റെ അന്ന് അല്ലെങ്കിൽ കരിക്കുറി തിരുനാളിൻ്റെ അന്ന് നമ്മുടെ നെറ്റിയിൽ ഇങ്ങനെ വൈദികൻ പുരട്ടി തരുന്നത്. ഈ കുരിശ് വരയ്ക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. പക്ഷെ 50 ദിവസം ഈ കുരിശ് വഹിച്ചുകൊണ്ട് പോകുക എന്ന് പറഞ്ഞാൽ ഒരല്പം പ്രയാസമുള്ള ഒരു കാര്യം തന്നെയാണ്. നിനവേ രാജ്യത്തുള്ള ജനങ്ങൾക്ക് മാത്രമല്ല കേട്ടോ, നമ്മുടെ യേശുവിന് പോലും പരീക്ഷണം ഉണ്ടായിട്ടുണ്ട്. യേശു മരുഭൂമിയിലൂടെ ഉപവസിക്കുമ്പോൾ പിശാച് മരുഭൂമിയിലേക്ക് യേശുവിനെ പതിയെ നയിക്കാൻ തുടങ്ങി. എന്നിട്ട് യേശുവിനോട് പറഞ്ഞു, നിന്റെ കയ്യിലിരിക്കുന്ന ഈ കല്ലുകളോട് ഒന്ന് അപ്പമാവാൻ പറയുന്നു. അപ്പം നമ്മുടെ യേശു എന്തു പറഞ്ഞു? മനുഷ്യപുത്രൻ ജീവിക്കുന്നത് ഈ കല്ലുകൾ കൊണ്ടോ അപ്പം കൊണ്ടോ ഒന്നുമല്ല, ദൈവത്തിന്റെ നാവിൽ നിന്ന് വരുന്ന വചനങ്ങൾ കൊണ്ടുമാണ് എന്ന് പറഞ്ഞ് യേശു ആ ഒരു പരീക്ഷണത്തെ അതിജീവിച്ചു. പക്ഷെ പിശാച് യേശുവിനെ വിട്ടകന്നില്ല. പിശാച് വീണ്ടും ദേവാലയത്തിന്റെ ഉയരത്തിലേക്ക് യേശുവിനെ നയിച്ചു കൊണ്ടുപോയി. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, നീ ദൈവത്തിന്റെ പുത്രനാണെന്നല്ലേ പറഞ്ഞേ, നീ ഇവിടെ നിന്നൊന്ന് താഴത്തേക്ക് ചാട്, നിന്നെ രക്ഷിക്കാൻ മാലാകമാരും ദൂതന്മാരും വരുന്നത് ഞാനൊന്ന് കാണട്ടെ എന്ന് പിശാച് പറഞ്ഞു. അപ്പൊ യേശു പറഞ്ഞു, നിന്റെ കർത്താവായ ദൈവത്തെ പരീക്ഷിക്കരുത് എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആ ഒരു പരീക്ഷണത്തിൽ നിന്നും ദൈവം രക്ഷപ്പെട്ടു, യേശു രക്ഷപ്പെട്ടു. അങ്ങനെ വീണ്ടും പിശാച് യേശുവിനെ കൊണ്ട് വീണ്ടും ഉയർന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് ഒരുപാട് രാജ്യങ്ങൾ യേശുവിന്റെ മുന്നിൽ ഇങ്ങനെ കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നീ എന്നെ ആരാധിച്ച ഈ കാണുന്ന രാജ്യങ്ങൾ മുഴുവൻ ഞാൻ നിനക്ക് തരാം, നീ ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് എന്നെ ഒന്ന് ആരാധിച്ചാൽ മാത്രം മതിയെന്ന്. അപ്പൊ യേശു പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് യേശു പറഞ്ഞ മറുപടി. അപ്പൊ ഈ ഒരു നോമ്പ് കാലം യേശുവിന് മരുഭൂമിയിൽ പരീക്ഷയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ, പിശാച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെല്ലാം പരീക്ഷകളുണ്ടല്ലേ, പരീക്ഷണങ്ങളുണ്ട് നമുക്ക് ഈ ഒരു നോമ്പ് കാലത്ത്. അഹങ്കാരം എന്നുള്ള ഒരു പരീക്ഷണമുണ്ട്, ഞാൻ വലിയ ആളാണ് എന്നുള്ള തോന്നലുണ്ട്, പിന്നെ ചതിക്കാനും വഞ്ചിക്കാനും സുഹൃത്തുക്കളെ കൊല്ലാനും മാതാപിതാക്കളെ കൊല്ലാനും ഒന്നും മടിക്കാത്തൊരു കാലഘട്ടത്തിൽ ഒരുപാട് പ്രലോഭനങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അതിനൊക്കെ അതിജീവിച്ച് കൊണ്ടുപോകുമ്പോൾ ഈ കുരിശ് വഹിച്ചു പോകുമ്പോഴാണ് നമ്മൾ വിജയിക്കുന്നത്. ക്രിസ്ത്യാനികളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള 50 ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. അപ്പം എൻ്റെ ചില കൂട്ടുകാർ ചോദിക്കും, നീ ഇറച്ചിയും മീനും തിന്നാതെ മുട്ട തിന്നില്ലേ നീ, അതല്ലേ നിന്റെ നോയമ്പ്? അപ്പൊ ചിലര് അവൾ ഇറച്ചി മാത്രം നോമ്പെടുത്തിട്ടുള്ളൂ, അവള് മീനൊക്കെ നന്നായി കൂട്ടുണ്ട് അങ്ങനെ പറയും. അപ്പൊ പലരും പലതരത്തിലാണ് ഇതിനെ പറയാ, ഇതല്ലേ നിന്റെ നോമ്പ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കും. ചിലവരിങ്ങനെ തമാശയ്ക്കൊക്കെ പറയും. എനിക്ക് അവരോടാണ് പറയാനുള്ളത്, നമ്മൾ എടുക്കുന്ന നോമ്പ് എന്ന് പറയുന്നത് ഒരു ചെറിയ ത്യാഗം മാത്രമാണ്. ഈ ഇറച്ചിയും പാലും മുട്ടയൊക്കെ ഉപേക്ഷിക്കുന്നതിലൂടെ നമ്മൾ ത്യാഗം ചെയ്തു എന്ന് മാത്രമേ അർത്ഥമുള്ളൂ, അല്ലാതെ നമ്മൾ ദൈവത്തിന്റെ കൂടെ ആയി എന്നുള്ള അർത്ഥമൊന്നുമില്ല. നമ്മൾ ദൈവത്തിന് വേണ്ടി ഒരു ത്യാഗപ്രവൃത്തി അത് ചെയ്യുന്നു. അത് പാലും മുട്ടയും ഇറച്ചി മീനും ഉപേക്ഷിക്കുന്നതിനേക്കാൾ വലിയ എന്തെല്ലാം പ്രലോഭനങ്ങളാണ് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലുള്ളത് അല്ലേ. നമ്മൾ ദിവസവും കാണുന്ന അല്ലെങ്കിൽ തോണ്ടി പോകുന്ന നമ്മുടെ മൊബൈൽ ഫോൺ മാറ്റി വെക്കാൻ പറ്റുമോ? റീൽസ് അഡിക്റ്റ് ആയി, ഇൻസ്റ്റാഗ്രാം അഡിക്റ്റ് ആയിട്ട് നമ്മൾ എപ്പോഴും റീൽസ് കാണുന്ന നമുക്ക് അതൊക്കെ ഇനി സാധ്യമാണോ? അപ്പൊ അതിനെ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള നമ്മുടെ എന്തൊക്കെയാണ് നമ്മുടെ പ്രലോഭനങ്ങൾ, അതിനെയാണ് നമ്മൾ മാറ്റി നിർത്തേണ്ടത്. അതാണ് ത്യാഗം. അപ്പോൾ ആ ഒരു ചെറിയ ത്യാഗമാണ് ഇറച്ചി മീനും പാലും മുട്ടയിലൂടെ ഉദ്ദേശിക്കുന്നത്. പാലും ഇറച്ചിയും ഒക്കെ ഉപേക്ഷിച്ചിട്ട് നമ്മുടെ സുഹൃത്തിനോട് അല്ലെങ്കിൽ നമ്മുടെ സഹോദരനോട് വെറുപ്പ് പുലർത്തുന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യുന്ന നോമ്പ് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? അപ്പൊ നിങ്ങൾ ചോദിക്കും, അപ്പൊ എന്താണ് ശരിക്കും നോമ്പ്? ഉപവാസം അല്ലേ? ഒരു രാവിലെ മുതൽ നമ്മൾ ഭക്ഷണം കഴിക്കാതെ ഒരു നേരം ഭക്ഷണം കഴിക്കുക, അപ്പോൾ നമ്മൾ ഉപവാസം പൂർണ്ണമായി, നോമ്പ് നമ്മുടെ വിജയകരമായിട്ട് പൂർത്തീകരിച്ചു എന്നൊക്കെ പറയാൻ പറ്റുമോ? അങ്ങനെയും പറയാൻ പറ്റില്ല. അപ്പൊ എന്താണ് നിങ്ങൾ ഉപവാസം എന്നാവും നിങ്ങളുടെ സംശയം. ഉപവാസം എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ കൂടെ ആയിരിക്കുക എന്നുള്ളതാണ് അർത്ഥം. ദൈവത്തിന്റെ കൂടെ ആയിരിക്കുന്ന ആൾക്ക് എങ്ങനെയാണ് വിശക്കുക? ദൈവത്തിന്റെ കൂടെ കഴിയുന്ന ആൾക്ക് എങ്ങനെയാണ് പ്രലോഭനങ്ങളിൽ പെടാൻ പറ്റുക? കാരണം നമ്മുടെ കൂടെയുള്ള ആളാരാ?
നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ യേശുവാണ് നമ്മുടെ കൂടെയുള്ളത്. അതുപോലെ തന്നെ മനുഷ്യപുത്രൻ ജീവിക്കുന്നത് ഈ അപ്പം കൊണ്ടൊന്നുമല്ല, ദൈവത്തിന്റെ നാവിൽ നിന്ന് വരുന്ന വചനം കൊണ്ടാണെന്നാണ് ഈശോ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ള ദൈവത്തിന്റെ കൂടെ ആയിരിക്കലാണ് ഈ നോമ്പുകാലം നമ്മളോട് പറയുന്നത്. അങ്ങനെ ദൈവത്തിന്റെ കൂടെ ആവുമ്പോഴാണ് നമ്മുടെ നോമ്പുകാലം അർത്ഥപൂർണമാകുന്നത്, പ്രയോജനകരമാകുന്നത്. അപ്പോൾ ഈ ഒരു വർഷം നമ്മുടെ ഈ 50 ദിവസങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ടും ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഏറ്റവും ഫലപ്രദമായിട്ടുള്ള പ്രയോജനകരമായിട്ടുള്ള ഒരു നോമ്പ് കാലഘട്ടം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും വിഭൂതി തിരുനാളിൻ്റെ മംഗളങ്ങൾ നേരുന്നു. അതുപോലെ തന്നെ എന്നെ ഇതുവരെ കേട്ടിരുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.